ഈ വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ആധികാരികമായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസ് നമ്മൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ പോസ്റ്റിന്റെ പേയ്മെന്റ്സ് ബാങ്കിലും അവിടുത്തെ ഓഫീസർമാരൊക്കെയാണ് നേരിട്ട് സംസാരിച്ച് അവിടെ ചെന്ന് സംസാരിച്ച് മനസ്സിലാക്കിയ അറിവുകൾ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഇൻഷുറൻസുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യകതയില്ല. എന്നാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ കീഴിൽ വരുന്ന ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരം വീഡിയോകളിൽ അധികവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാത്തതോ അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇന്ന് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ കീഴിൽ വരുന്ന ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവാണ്. ഒരുപക്ഷെ ഈ വീഡിയോ ഒരു അല്പം ലെങ്ത് ഉണ്ടാവും, എന്നാൽ പോലും കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സിന്റെ കീഴിൽ വരുന്ന ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളെ നമുക്ക് പല രീതിയിലായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ആദ്യത്തേത് ആക്സിഡന്റൽ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതിൽ തന്നെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഡെയിലി വേജിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകതരം ഇൻഷുറൻസ് പാക്കേജും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന എന്ന് പറയുന്നത്, അതായത് ASSY എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി. ഇനി വരുന്നതാണ് നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിൽ തന്നെ ഹോസ്പി ക്യാഷ് എന്ന ഫെസിലിറ്റി ഉണ്ട്. അതുകൂടാതെ തന്നെ ഇൻഷുറൻസ് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇനി വരുന്നതാണ് റൂറൽ പാക്കേജ് പോളിസി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഷോപ്പും അല്ലെങ്കിൽ വീടും ഒക്കെ ഇൻഷുറൻസ് ചെയ്യുന്ന പദ്ധതി. ഇതെല്ലാം തന്നെ സാധാരണ നമ്മുടെ പോസ്റ്റ് ഓഫീസുകളെല്ലാം അവൈലബിൾ ആണ്. എന്നാൽ ടേം പ്ലാൻ പോലെയുള്ളതോ ചൈൽഡ് എഡ്യൂക്കേഷനോ പെൻഷൻ പ്ലാനോ കോർപ്പസ് ബിൽഡിംഗ് പോലെയുള്ള പദ്ധതികളെല്ലാം ഇന്ത്യ പോസ്റ്റിന്റെ പേയ്മെന്റ്സ് ബാങ്കിന്റെ ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആക്സിഡന്റൽ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് നോക്കാം. ആക്സിഡന്റൽ ഇൻഷുറൻസിന് നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാൻ സാധിക്കും: മേജർ ആക്സിഡൻസും മൈനർ ആക്സിഡൻസും. മേജർ ആക്സിഡൻസിൽ നമുക്ക് ആ വ്യക്തി ആക്സിഡന്റോടുകൂടി മരണപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ മേജർ ആക്സിഡൻസ് എന്ന് പറയുന്നത്. ഇനി മൈനർ ആക്സിഡൻസിൽ അങ്ങനെയല്ല, അപകടം സംഭവിച്ചു എന്നാൽ മരണം സംഭവിച്ചിട്ടില്ല. ആക്സിഡന്റ് ഇൻഷുറൻസിന് പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ്. ഇനി ഇതിൽ തന്നെ ഞാൻ രണ്ട് വ്യത്യസ്തമായ പോളിസിയുടെ കാര്യങ്ങൾ പറയാം. 755 രൂപയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഈ മരണം സംഭവിക്കുകയാണെങ്കിൽ, ആക്സിഡന്റിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപ ലഭിക്കുന്നതാണ്. എന്നാൽ മരണം സംഭവിക്കാതെ എന്നാൽ പെർമനന്റ് ആയിട്ട് ഡിസേബിൾ ആവുകയാണെങ്കിൽ, പെർമനന്റ് ആയിട്ട് അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിലും 15 ലക്ഷം രൂപ, പാർഷ്യൽ ആയിട്ട് അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ പോലും 15 ലക്ഷം രൂപ ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷന് 1 ലക്ഷം രൂപ ലഭിക്കുന്നതാണ് ഇതിനകത്ത്. ഇനി ഇവിടെ നമുക്ക് ഡോക്ടറെ കണ്ട് ചികിത്സിക്കുന്നതിന്, അതായത് അഡ്മിറ്റ് ആവാതെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുന്നതിന് പ്രത്യേകം എമൗണ്ട് വരുന്നില്ല. എന്നാൽ ഡോക്ടറെ കണ്ട് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുമ്പോൾ, അഡ്മിഷൻ വന്ന് ചികിത്സിക്കുമ്പോൾ, ഇൻ പേഷ്യൻ്റ് ആയിട്ട് ചികിത്സിക്കുമ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു പോളിസി എന്ന് പറയുന്നത് 749 രൂപയുടെയാണ്. ഈ ഒരു പോളിസിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 ലക്ഷം രൂപ തന്നെയാണ് ബെനിഫിറ്റ് വരുന്നത്. ഡെത്ത് ആണെങ്കിലും അതേപോലെ തന്നെ പാർഷ്യൽ ആയിട്ടോ ഫുൾ ആയിട്ടോ ഡിസേബിൾ ആവുകയാണെങ്കിൽ പോലും 15 ലക്ഷം രൂപ ലഭിക്കുന്നതാണ്. കുട്ടിയുടെ എഡ്യൂക്കേഷന് 1 ലക്ഷം രൂപ ലഭിക്കുന്നതാണ്. അത് കൂടാതെ ഇൻ പേഷ്യന്റിന് 60,000 രൂപയാണ് ലഭിക്കുന്നത്. അതായത് ഡോക്ടറെ കണ്ട് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുമ്പോൾ 60,000 രൂപയാണ് ലഭിക്കുന്നത്. എന്നാൽ ഡോക്ടറെ കണ്ട് നമ്മൾ അഡ്മിറ്റ് ആവാതെ ചികിത്സിക്കുമ്പോഴും ഇവിടെ 30,000 രൂപ ലഭിക്കുന്നതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഈ രണ്ട് പോളിസികളിലും ലഭ്യമാണ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഒരു ആക്സിഡന്റൽ കവറേജിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഡെയിലി വേജിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. അതാണ് ASSY എന്ന് പറയുന്നത്, അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഡെയിലി വേജിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ആണ് ASSY, അതായത് അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന. ഇതിന് രണ്ട് രീതിയിലുള്ള പോളിസികളുണ്ട്. 499 രൂപയുടെ പോളിസിയും 289 രൂപയുടെ പോളിസിയുമാണ്. 499 രൂപയുടെ പോളിസിയിൽ ആക്സിഡന്റ് വഴി മരണം സംഭവിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്നതാണ്. എന്നാൽ 289 രൂപയുടെ പോളിസിയിൽ ആക്സിഡന്റ് വഴി മരണം സംഭവിക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പെർമനന്റ് ആയിട്ടോ പാർഷ്യൽ ആയിട്ടോ ഉള്ള ഡിസേബിലിറ്റിക്കും എമൗണ്ട് ലഭിക്കുന്നതാണ്. അത് കൂടാതെ കുട്ടികളുടെ എഡ്യൂക്കേഷനും എമൗണ്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ രണ്ട് പോളിസിയിലെ എമൗണ്ടുകൾ വ്യത്യാസമാണ്. ഇനി നമുക്ക് നോർമൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കാം.
നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് സാധാരണമായി നമുക്ക് അസുഖങ്ങൾ വന്ന് ഡോക്ടറെ കണ്ട് ചികിത്സ നേടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് എമൗണ്ട് ആണ്. ഇതിൽ നിലവിൽ പ്രായപരിധി എന്ന് പറയുന്നത് 90 ദിവസം മുതൽ 65 വയസ്സ് വരെയാണ്. ഈ 65 വയസ്സ് വരെ എന്നുള്ളതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. നിലവിലത്തെ പ്രായപരിധിയാണ് 65 വയസ്സ് വരെ എന്ന് പറയുന്നത്. എന്നാൽ 64ാമത്തെ വയസ്സിൽ ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ജീവിതകാലം മുഴുവൻ റിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 40 വയസ്സുള്ള ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അയാൾക്കോ അയാളുടെ ഭാര്യക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ 2 കുട്ടികൾക്കോ കൂടി ചേർന്ന് ആണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ 6456 രൂപ മാത്രമാണ് പോളിസി പ്രീമിയം ആയിട്ട് വരുന്നത്. എന്നാൽ ഈ ഒരു പ്രീമിയം എന്ന് പറയുന്നത് എടുക്കുന്ന ആളുടെ പ്രായത്തിന്റെയും അതേപോലെ തന്നെ കവറേജിന്റെയും എമൗണ്ട് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഹോസ്പി ക്യാഷ് എന്ന് പറയുന്ന ഫെസിലിറ്റി. അതായത് ഈ ഹോസ്പി ക്യാഷ് വഴി ദിവസവും ട്രീറ്റ്മെന്റിന് ഒരു എമൗണ്ട് ലഭിക്കുന്നതാണ്. 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയൊക്കെ ലഭിക്കുന്നതാണ്. അതിന് 2 പോളിസി എമൗണ്ടുകളുണ്ട്. 999 രൂപയും 1299 രൂപയുമാണ്. അപ്പോൾ അതനുസരിച്ച് ആദ്യത്തെ 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷം നമുക്ക് ഈ ഒരു ഡെയിലി എമൗണ്ടുകൾ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതാണ്. ഇത് ബില്ലിന്റെ എമൗണ്ടുകൾ കൂടാതെയുള്ള ബില്ല് എമൗണ്ടുകൾ നോക്കാതെയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. ഇത് കൂടാതെ 6 മാസത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷം ക്യാൻസറിനും കൂടെ നമുക്ക് ഒരു 3 ലക്ഷം രൂപയോളം ലഭിക്കുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഇനി നമുക്ക് ഇൻഷുറൻസ് ടോപ്പ് അപ്പ് ചെയ്യുന്നതിന്റെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഒരാൾക്ക് ഇൻഷുറൻസ് പ്ലാൻ ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അതിന് പുറമെ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് ആണിത്. അതായത് ആദ്യത്തെ 2 ലക്ഷം രൂപ നമുക്ക് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ കൂടിയും 2 ലക്ഷം രൂപയ്ക്ക് ശേഷം വരുന്ന മെഡിക്കൽ ബില്ലിന് കവറേജ് വരുന്നുണ്ട്. 15 ലക്ഷം രൂപ വരെ കവറേജ് വരുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാൾക്ക് വെറും 899 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇനി 2 അഡൽട്സും 2 കിഡ്സും അടങ്ങുന്ന ഒരു 4 പേരടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിന് പോലും 2199 രൂപ മാത്രമാണ് ഇതിൽ ഒരു പ്രീമിയം എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളുടെ മെഡിക്കൽ ബില്ല് 3 ലക്ഷം രൂപയാണ് വരുന്നതെങ്കിൽ ആദ്യത്തെ 2 ലക്ഷത്തിന് ശേഷം വരുന്ന 1 ലക്ഷം രൂപ ഇതിൽ കവറേജ് വരുന്നുണ്ട്. അപ്പൊ ആ ആദ്യത്തെ 2 ലക്ഷം രൂപ അയാൾക്ക് മെഡിക്കൽ കവറേജ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ കവർ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിലും ആ ഒരു എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തതിന് ശേഷം വരുന്ന 1 ലക്ഷം രൂപയ്ക്ക് ഇവിടെ കവറേജ് വരുന്നുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയാണ് മെഡിക്കൽ ബില്ല് വരുന്നതെങ്കിൽ 8 ലക്ഷം രൂപ കവറേജ് ഇതിൽ നിന്ന് ഈ ടോപ്പ് പ്ലാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 90 ദിവസം മുതൽ 60 വയസ്സ് വരെയുള്ള കാലാവധിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാൻ കൂടിയാണ് ഈ ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പ്ലാൻ. ഇനി നമുക്ക് റൂറൽ പാക്കേജ് പോളിസിയെ കുറിച്ച് സംസാരിക്കാം. റൂറൽ പാക്കേജ് പോളിസി എന്ന ഒരു ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീടും നമ്മുടെ കടയും അല്ലെങ്കിൽ ബിൽഡിങ്ങും ഒക്കെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. നാച്ചുറൽ കലാമിറ്റീസ് പോലെയുള്ള വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഭൂകമ്പവും അതല്ലാതെ ഇനി ഫയർ അല്ലെങ്കിൽ തെഫ്റ്റ് മോഷണം പോലെയുള്ളതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെ ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ വീട് ഷോപ്പ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിനെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ പേയ്മെന്റ്സ് ബാങ്കിന്റെ അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നത് 365 രൂപ മുതലാണ്. ഇത്രയും കുറഞ്ഞ പ്രീമിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇൻഷുറൻസ് കവറേജ് വരുന്നത് 8 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ബിൽഡിങ്ങും ഷോപ്പും കൂടാതെ തന്നെ ഇൻഷുറൻസ് ഇൻഷുർഡ് ആയിരിക്കുന്ന വ്യക്തിക്കുള്ള ആക്സിഡന്റൽ കവറേജ് കൂടെ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ശരിക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കൂടെയാണിത്. ഇതൊക്കെയാണ് ഇന്ത്യ പോസ്റ്റും ജനറൽ ഇൻഷുറൻസ് കമ്പനികളും ടൈപ്പ് ആയിട്ട് ചെയ്യുന്ന പദ്ധതികൾ. ഇത് കൂടാതെ തന്നെ ടേം പ്ലാൻ പോലെയുള്ള പദ്ധതികളുണ്ട്. ടേം പ്ലാനിനകത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വ്യക്തിയുടെ സാധാരണമായ മരണം നാച്ചുറൽ ഡെത്ത് സംഭവിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക് ഒരു എമൗണ്ട് ലഭിക്കുന്നുണ്ട്. ഇനി അതല്ലാതെ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി പീരീഡ് ഇൻഷുറൻസിന്റെ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ക്യാഷ് ബാക്ക് ആയിട്ട് മണി ബാക്ക് ആയിട്ട് എമൗണ്ട് കിട്ടുന്ന പദ്ധതികളും അവൈലബിൾ ആണ്. ഇനി ചൈൽഡ് എഡ്യൂക്കേഷൻ പോലെയുള്ള പദ്ധതികളുണ്ട്. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. അതല്ലാതെ പെൻഷൻ പ്ലാൻ പോലെയുള്ള പദ്ധതികളുണ്ട്. പെൻഷൻ പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ 40 വയസ്സിലും പെൻഷന്റെ ആ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പോളിസീസ് ഉണ്ട്. അതല്ലാതെ 50ാമത്തെ വയസ്സിലും പെൻഷൻ പ്ലാനിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട്. പിന്നെ കോർപ്പസ് ബിൽഡിംഗ് പോലെയുള്ള മറ്റു പദ്ധതികളും ഉണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കും
ടേം പ്ലാൻ പോലെയുള്ള പദ്ധതികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളും ടൈപ്പ് ആയിട്ട് ചെയ്യുന്ന പദ്ധതികളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ച ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തന്നെ കമന്റ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു Q&A സെഷൻ ക്വസ്റ്റ്യനും ആൻസറും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ആധികാരികമായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസ് നമ്മളെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ പോസ്റ്റിന്റെ പേയ്മെന്റ്സ് ബാങ്കിലും അവിടുത്തെ ഓഫീസർമാരൊക്കെയാണ് നേരിട്ട് സംസാരിച്ച് അവിടെ ചെന്ന് സംസാരിച്ച് മനസ്സിലാക്കിയ അറിവുകൾ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ടുകളും കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ.